ഇന്നേ വരെ കേട്ടതും കണ്ടതുമൊന്നുമല്ല മഹാഭാരതത്തിലെ യോദ്ധാക്കൾ. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കുരുക്ഷേത്ര ഭൂമിയിലെ 12-ാം ദിവസം തൊട്ടുള്ള പോരാട്ടങ്ങളാണ്. 12-ാം ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദ്രോണർ കൗരവപക്ഷത്തിലെ ശിബിരത്തിൽ വളരെ ക്രോധത്തിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രോധത്തിന് ഒരു കാരണമുണ്ട്. ആ ക്രോധത്തിൽ നിന്ന് ഒരു പദ്ധതി രൂപപ്പെടുന്നുണ്ട്. ആ പദ്ധതി കുരുക്ഷേത്ര ഭൂമിയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കുരുക്ഷേത്ര ഭൂമിയിലെ 12-ാമത്തെ ദിവസത്തിലെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 17-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശ. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ പോരാട്ടം തുടങ്ങുന്നതിന് മുൻപും പോരാട്ടം അവസാനിച്ചതിന് ശേഷവും വികാരഭരിതനായി നിൽക്കുന്നത് ദുര്യോധനനാണ്, അല്ലേ, കൗരവപക്ഷത്തിൽ. എന്നിട്ട് പിന്നെ ഭീഷ്മർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു, മറ്റുള്ളവർ സമാധാനിപ്പിക്കുന്നു, അങ്ങനെയായിരുന്നു. എന്നാൽ കുരുക്ഷേത്ര ഭൂമിയിലെ 12-ാം ദിവസത്തിലെ പോരാട്ടങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് കൗരവപക്ഷത്തിലെ ശിബിരത്തിൽ ക്രോധാവസ്ഥയിൽ നിന്നത് മറ്റാരുമല്ല, ദ്രോണാചാര്യരായിരുന്നു. ക്രോധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നിട്ട് ദ്രോണാചാര്യർ ദുര്യോധനനെ ഇങ്ങനെയൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. ഒരേ സമയത്ത് തേജസ്സും ഗാംഭീര്യവും നിറഞ്ഞ ദ്രോണരുടെ ശബ്ദത്തിൽ അല്പം ക്രോധവും കൂടെ കലർത്തി അദ്ദേഹം ദുര്യോധനനോടും മറ്റുള്ളവരോടും ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിന്നോടൊക്കെ അപ്പോഴേ പറഞ്ഞതാണ്, ധനഞ്ജയൻ യുധിഷ്ഠിരൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ദേവന്മാർക്ക് പോലും അവനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, അർജുനനെ യുദ്ധഭൂമിയിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുമെന്ന്. നീയൊക്കെ ആയുധവും എടുത്ത് ചെന്നു, പക്ഷെ ഒരുത്തനെ കൊണ്ടുപോകുന്നത് സാധിച്ചില്ല. ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് കാണരുത്. ഞാൻ ഇപ്പോഴും ഉറച്ചു പറയുന്നു, കൃഷ്ണനും അർജുനനും യുദ്ധഭൂമിയിൽ അവധ്യരാണ്. അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദുര്യോധന, കപിധ്വജനായ അർജുനന്റെ സാന്നിധ്യം യുധിഷ്ഠിരന്റെ കൂടെ ഇല്ലെങ്കിൽ ഇന്ന് യുധിഷ്ഠിരൻ അങ്ങയുടെ നിയന്ത്രണത്തിൽ വരും, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ദ്രോണർ വീണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നു. എല്ലാവരും ഗുരുവിൻ്റെ മുന്നിൽ നല്ല അച്ചടക്കത്തോടെ മിണ്ടാതെ നിൽക്കുക. എന്നിട്ട് ദ്രോണർ വീണ്ടും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു കൂട്ടം ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് അർജുനനെ യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി അവിടെയെങ്കിലും തടഞ്ഞു നിർത്ത്. ഞാൻ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടിക്കൊണ്ട് തരാം. ഞാൻ എങ്ങനെ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടിക്കൊണ്ട് തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിനുള്ള വഴികൾ ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. അതിൽ എനിക്ക് ഒരുത്തൻ്റെ സഹായം വേണ്ട എന്നും പറഞ്ഞ് ദ്രോണർ നല്ല ദേഷ്യത്തിലങ്ങ് സംസാരിച്ചു. കണ്ടോ, ഭീഷ്മരും ദ്രോണരും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ? ദ്രോണർ ഭയങ്കരമായിട്ടാണ് പോരാടുന്നത്. അങ്ങനെ ദ്രോണർ ഈ ദേഷ്യത്തിലിരുന്ന സമയത്ത് ദുര്യോധനനും മറ്റാളുകൾക്കും ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല. ഈ സമയത്ത് ത്രിഗർധാനരേശനായിട്ടുള്ള സുശർമാവ് അവിടെ ഇരുന്ന് പറഞ്ഞു, ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനൻ പണ്ട് മുതലേ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമായിരുന്നു. നമ്മളവനെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല, പക്ഷേ അവനാൽ നമ്മൾ പീഡിതരായിക്കൊണ്ടിരുന്നു. അവനോടുള്ള ദേഷ്യം കാരണം നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. യുദ്ധഭൂമിയിൽ അവൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ഭയമല്ല, ക്രോധമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് ദ്രോണാചാര്യരെ, നമ്മളവനെ തടഞ്ഞു നിർത്താം. നമ്മൾ ഇന്നിവിടെ വളരെ കഠിനമായിട്ടുള്ളൊരു പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ്. ഒന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ അർജുനനെ വധിക്കും, അല്ലെങ്കിൽ അർജുനൻ നമ്മളെ വധിക്കും. രണ്ടിലൊന്നായിരിക്കും സംഭവിക്കാൻ പോണത്. അല്ലാണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ പിന്നോട്ട് ഓടത്തില്ല ദ്രോണാചാര്യരെ എന്ന് സുശർമാവ് പറഞ്ഞു. സുശർമാവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തുടങ്ങി. സുശർമാവ് ഇത് പറഞ്ഞുടനെ തന്നെ അവിടെയുള്ള മറ്റുള്ള കുറച്ച് യോദ്ധാക്കളും കൂടെ, രാജാക്കന്മാരും കൂടെ സുശർമാവിൻ്റെ കൂടെ കൂടി. സത്യവ്രതൻ, സത്യധർമ്മൻ, സത്യവർമ്മൻ, സത്യേഷു, സത്യകർമ്മ എന്നീ 5 സഹോദരന്മാർ അവരേകദേശം 10,000-ഓളം വരുന്ന രഥസൈന്യവുമായിട്ട് അവിടെ ഒത്തുകൂടി. അതായത് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി 10,000-ഓളം രഥസൈന്യത്തിനെ അവർ തയ്യാറാക്കി. മാളവരും തുണ്ടീകേരരും കൂടെ ചേർന്ന് അവിടെ 30,000 രഥസൈന്യവുമായിട്ടെത്തി. സുശർമാവിൻ്റെ കൂടെ സുശർമാവിൻ്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ 10,000, 30,000, ഏകദേശം 50,000 രഥസൈന്യവും അവരുടെ രാജാക്കന്മാരും കൂടെ ചേർന്നിട്ട് അർജുനനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്പെഷ്യൽ യൂണിറ്റ് തുടങ്ങി. ആ സ്പെഷ്യൽ യൂണിറ്റിൻ്റെ പേരാണ് സംശപ്തകന്മാർ. സംശപ്തകന്മാരെന്നാണ് ആ ഒരു യൂണിറ്റിൻ്റെ പേര്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു പ്രത്യേകതരം ഔട്ട്ഫിറ്റ് ഇവരതിന് തയ്യാറാക്കി. എല്ലാവരും ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ പുഷപ്പുല്ല് കൊണ്ടുള്ള വസ്ത്രവും അതുപോലെ ചില പ്രത്യേക രീതിയിലുള്ള കവചവും. ആ കവചത്തിൽ നെയ്യൊക്കെ അവർ പുരട്ടിയിട്ടുണ്ട്. നെയ്യൊക്കെ പുരട്ടി അവർ തയ്യാറായി നിൽക്കുകയാണ്. കാപ്പൊക്കെ അണിഞ്ഞു, വില്ലെല്ലാം എടുത്ത്, കയ്യിലൊരു പന്തവുമായിട്ട് ഇവർ വന്ന് ചുറ്റിനും നിന്നിട്ട് ഒരു ശപഥം അങ്ങോട്ടെടുത്തു. അതായത്, ഈ ലോകത്തിൽ പലതരം നരകങ്ങളുണ്ട്. അതായത് ഓരോ പാപം ചെയ്യുന്നതിന് ഓരോ നരകങ്ങളുണ്ടല്ലോ, ആ ഓരോ പാപങ്ങൾ ഇവർ എടുത്തു പറയുന്നുണ്ട്. ആ പാപങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കൊടൂര പാപങ്ങൾ പോലും അതിൽ വരുന്നുണ്ട്. അതായത് ഈ പാപത്തിന് ഈ നരകം, ആ പാപത്തിന് ആ നരകം, അങ്ങനെ ഓരോ പാപങ്ങൾ ഇവരിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും.
എന്നിട്ടവർ പറയും അന്നത്തെ ദിവസം അർജുനനെ വീഴ്ത്താതെ യുദ്ധഭൂമിയിൽ നിന്ന് അവർ തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ അർജുനൻ്റെ ആയുധപ്രയോഗത്തിന് മുന്നിൽ ഭയന്നവർക്ക് തിരിച്ചു വരേണ്ടി വന്നാൽ ആ നരകങ്ങളെല്ലാം അവർക്ക് സ്വന്തമാകട്ടെ എന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിജ്ഞ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ കയ്യിലിരുന്ന ആ ഒരു പന്തത്തിൽ അഗ്നി എത്തിച്ചാണ് അവർ ആ ഒരു ശപഥം എടുത്തത്. അതായത് അത്രയും തീവ്രമായിട്ടുള്ളൊരു ശപഥം എടുത്തു. അന്നത്തെ ദിവസം ആ ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് അവർക്ക്, അതവർ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ പോരാട്ടത്തിന് സജ്ജമായി. അർജുനനെ എതിർക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് സംശപ്തകന്മാരെന്ന് പറയുന്ന ഒരു എലീറ്റ് യൂണിറ്റ് അങ്ങോട്ട് രൂപീകരിച്ചു, ഒരു സ്പെഷ്യൽ യൂണിറ്റ് അങ്ങോട്ട് രൂപീകരിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങി. മറ്റുള്ള എല്ലാ യോദ്ധാക്കളും പരസ്പരം ആക്രമിക്കാൻ തയ്യാറായി. എന്നാൽ സംശപ്തകന്മാർക്ക് അർജുനൻ എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ അർജുനൻ്റെ മുന്നിൽ പോയിട്ട് ദൂരെ നിന്നുകൊണ്ട് തന്നെ അർജുനനെ പോരാട്ടത്തിലേക്ക് വരാനായിട്ട് വെല്ലുവിളിച്ചു. ഇവരെല്ലാവരും ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. അർജുനൻ തൻ്റെ ജ്യേഷ്ഠനെ നോക്കുന്നു, ജ്യേഷ്ഠനെ പ്രൊട്ടക്ട് ചെയ്ത് അർജുനൻ നിൽക്കുകയാണ്. ഈ വെല്ലുവിളിയും കേൾക്കുന്നു. എന്നാൽ ഒരു പരിധി കൂടുതലായപ്പോൾ അർജുനൻ തൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാനൊരു സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്നെ ആരെങ്കിലും യുദ്ധത്തിൽ വെല്ലുവിളിച്ചാൽ ഞാൻ പിറക്കോട്ട് പോകത്തില്ല എന്നൊരു സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. സംശപ്തകന്മാർ അവരെല്ലാവരും ഞാനുമായിട്ട് പോരാടുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വന്ന് നിൽക്കുന്നത്. അവരെന്നെ വെല്ലുവിളിക്കുകയാണ്. അങ്ങ് എനിക്ക് അനുവാദം നൽകിയാൽ ഞാൻ അവരെ പോയി വധിച്ചിട്ട് വരാം. ഞാനിവിടുന്ന് പോകുന്നത് മാത്രം അങ്ങ് അറിഞ്ഞാൽ മതി. അവരെല്ലാവരും വധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് അനുവാദം നൽകിയാലും ഞാനൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു, മോനെ, നിനക്കറിയാമല്ലോ ദ്രോണരുടെ ഉദ്ദേശം എന്താണെന്ന്. അദ്ദേഹം എന്നെ പിടിച്ചു കെട്ടുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് യുദ്ധഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം നോക്കുന്നതും എൻ്റെ രഥം നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ്. നീ ഇല്ലെങ്കിലുള്ള പ്രശ്നം അറിയാമല്ലോ. ആ സമയത്ത് അർജുനൻ പറഞ്ഞു, ചേട്ടാ, അങ്ങ് പേടിക്കണ്ട. ഇന്ന് പാഞ്ചാല രാജകുമാരനായിട്ടുള്ള സത്യജിത്തിനെ അങ്ങയെ സംരക്ഷിക്കുവാനായിട്ട് ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ രാജകുമാരൻ അങ്ങയുടെ കൂടെ ഉള്ളിടത്തോളം കാലം ആചാര്യൻ അങ്ങയെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആചാര്യൻ അങ്ങയെ ഒരിക്കലും പിടിച്ചു കെട്ടത്തില്ല. പക്ഷെ ഓർത്തുകൊള്ളുക, ഇനി എങ്ങാനും സത്യജിത്തിനെ ആചാര്യൻ വധിക്കുകയാണെങ്കിൽ പിന്നെ യുദ്ധഭൂമിയിൽ ഒരു നിമിഷം പോലും അങ്ങ് നിൽക്കരുത്. അങ്ങ് ഇവിടെ നിന്ന് ഓടിപ്പൊക്കോളണം. അതിപ്പോൾ അങ്ങയുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങ് നിൽക്കരുത്. അങ്ങ് എനിക്ക് അനുവാദം നൽകിയാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിനെ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലിരുത്തി ആലോചിച്ചിട്ട് യുധിഷ്ഠിരൻ അർജുനനെ പോവാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ അർജുനനെ അഭിമാനപൂർവ്വം ഇങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് അർജുനൻ്റെ മുഖത്തിങ്ങനെ കൈവച്ചിട്ട് അർജുനൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് തലയിൽ കൈവച്ച് മന്ത്രജപങ്ങളെല്ലാം നടത്തി അനുഗ്രഹവും കൊടുത്ത് യുദ്ധത്തിന് പോകാനായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഉടനെ തന്നെ അർജുനൻ്റെ രഥം യുധിഷ്ഠിരൻ്റെ രഥം നിൽക്കുന്ന ഭാഗത്ത് നിന്ന് മാറി ഈ പറഞ്ഞ സംശപ്തകന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കണ്ട ഉടനെ തന്നെ ദുര്യോധനൻ്റെ പക്ഷത്തുള്ള എല്ലാ സൈനികരും ആർപ്പ് വിളിച്ചു. കാരണം ഉറപ്പായി യുദ്ധം അന്നത്തെ ദിവസം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. കാരണം ദ്രോണർ ഉറപ്പായിട്ടും യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുമെന്നുള്ള കാര്യത്തിൽ അവർക്കെല്ലാവർക്കും ഉറപ്പായി. അവർ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആഘോഷം തുടങ്ങി. അർജുനൻ അങ്ങോട്ട് വരുന്നത് കണ്ടുടനെ തന്നെ സംശപ്തകന്മാർക്കും സന്തോഷമായി. നമ്മുടെ വെല്ലുവിളി സ്വീകരിച്ചു, അർജുനൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ അർജുനൻ വന്ന് ഈ ഒരു യുദ്ധഭൂമിയിൽ അവർ നിൽക്കുന്ന അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 30,000-വും 50,000-വും അതിൽ കൂടുതൽ വരുന്ന രഥസൈന്യം ത്രികർദ്ധാദേശത്തിൻ്റെ, അതായത് സുശർമാവിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു വലിയ സൈന്യം, ഇതിൽ അസുരന്മാർ വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംശപ്തകന്മാർ അർജുനൻ വരുന്നത് കണ്ടുടനെ തന്നെ ഒരു വ്യൂഹം അങ്ങ് ചമച്ചു, അർദ്ധചന്ദ്ര വ്യൂഹം. നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ യോദ്ധാവിനെ നേരിടാനായിട്ടാണ് ഇത്രയും യോദ്ധാക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് അർദ്ധചന്ദ്ര വ്യൂഹം ചമയ്ക്കുന്നത്. ഇവർ ഈ അർദ്ധചന്ദ്ര വ്യൂഹം തന്നെ ചമച്ച കാര്യം എന്തെന്നറിയോ? ഈ അർദ്ധചന്ദ്ര വ്യൂഹം ചന്ദ്രക്കലയുടെ ഷേപ്പിലല്ലേ. അപ്പോൾ ചുറ്റിനും നിന്നുകൊണ്ട് അർജുനനെ അവർക്ക് ആക്രമിക്കാൻ പറ്റും. അതായത് ഇത്ര ഭാഗത്ത് നിന്നുകൊണ്ട് അർജുനനെ ആക്രമിക്കാൻ പറ്റും, വളഞ്ഞാക്രമിക്കുക എന്ന് പറയത്തില്ലേ. ആ ഒരു ഉദ്ദേശം തന്നെയാണ് ഈ ഒരു അർദ്ധചന്ദ്ര വ്യൂഹം ചമച്ചതിനുള്ള കാരണവും. അങ്ങനെ സംശപ്തകന്മാർ അർജുനനെ കണ്ടുടനെ തന്നെ പോർവിളിയും അട്ടഹാസവും ഒക്കെ തുടങ്ങുന്നു. അവർ ശംഖുനാദം മുഴക്കുന്നു, ഞാണലികൾ കേൾപ്പിക്കുന്നു. ആകാശം മുഴുവനും പ്രകമ്പനം കൊള്ളുകയാണ്. പാണ്ഡവപക്ഷവും കൗരവപക്ഷവും ഈ ഒച്ചപ്പാടും ബഹളമെല്ലാം ഇവിടെ കേൾക്കുന്നുണ്ട്. അവിടെ ഒരു പോരാട്ടം ആരംഭിച്ചുവെങ്കിൽ പോലും ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് കണ്ടുടനെ അർജുനൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ മാധവ, കരയേണ്ട സമയത്ത് ഇവരെല്ലാവരും ചിരിക്കുന്നത് കണ്ടില്ലേ? കാരണം ഇവിടെ ഒറ്റ ഒരെണ്ണം പോലും, ഈ സംശപ്തകന്മാരിൽ ഒറ്റ ഒരെണ്ണം പോലും ജീവനോടെ പോകത്തില്ലല്ലോ. വന്ന് കയറിയേക്കുന്നത് അവരുടെ തന്നെ മൃത്യുവിലേക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ ചിരിക്കുന്നത് കണ്ടോ പാവങ്ങൾ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പക്ഷേ സന്തോഷിക്കേണ്ട സമയം തന്നെ ആയിരിക്കും. കാരണം വീരന്മാരെ പോലെ പോരാടി വീഴുന്നവർക്ക് വീരസ്വർഗമല്ലേ കിട്ടുന്നത്. ശരി,
അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ തൻ്റെ വലത്തെ കൈയിൽ നിന്ന് ചുഴറ്റി ഗാണ്ഡീവം ഇടത്തെ കൈയിലേക്ക് പിടിച്ചിട്ട് ദേവദത്തം എന്ന് പറയുന്ന തൻ്റെ ശംഖിലേക്ക് ബലമായി ഇങ്ങനെ പിടിച്ചെടുത്ത് ആകാശം മുഴങ്ങുന്ന രീതിക്ക് അർജുനൻ ദേവദത്തം എന്ന തൻ്റെ ശംഖ് മുഴക്കി. ആ ശംഖ് മുഴക്കത്തിനൊരൊറ്റ അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ തുടങ്ങാൻ പോവുകയാണ്, ജീവൻ വേണമെന്നുള്ളവന്മാർ കോടാ. സംശപ്തകന്മാർ അർജുനന് നേരെ അസ്ത്രങ്ങൾ ഒരുമിച്ച് അയച്ചു. ആലോചിക്കുക, അർദ്ധചന്ദ്ര വ്യൂഹത്തിൽ നിന്ന് ഒരുമിച്ച് അസ്ത്രങ്ങൾ വരുന്നു. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രം, കപിധ്വജമുള്ള ശ്രീകൃഷ്ണൻ തെളിക്കുന്ന ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനൻ്റെ ആ രഥം. ആ രഥത്തിലേക്ക് ഈ അസ്ത്രങ്ങൾ വരുന്ന സമയത്ത് അർജുനൻ വെറും 15 അസ്ത്രങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന അസ്ത്രങ്ങളെ മുറിച്ചു നിലത്തിട്ടു. അപ്പോൾ ആ 15 അസ്ത്രങ്ങളും മിക്കവാറും ദിവ്യാസ്ത്രങ്ങൾ തന്നെ ആയിരിക്കും. അതായത് ഈ പവർ കുറഞ്ഞ ദിവ്യാസ്ത്രങ്ങളില്ലേ, ഈ യുദ്ധഭൂമിയിൽ പേരെടുത്ത് പറയുന്ന ദിവ്യാസ്ത്രങ്ങൾ മിക്കവാറും പവർ കൂടിയ ദിവ്യാസ്ത്രങ്ങളായിരിക്കും. അല്ലാതെ ഇതിന് മുൻപൊക്കെ പലതരത്തിലുള്ള ചെറിയ എഫക്റ്റുകളുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ ഇവർ പ്രയോഗിച്ചിട്ടുണ്ടാകും. കാരണം ഇതിനു മുമ്പ് നമ്മൾ പലതവണ പറയുന്നുണ്ടത് അല്ലേ. അപ്പോൾ പവർ കുറഞ്ഞ പേരുകൾ എടുത്ത് പറയാത്ത ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ടാവണം. അങ്ങനെ ആയിരക്കണക്കിന് വരുന്ന അസ്ത്രങ്ങളെ അർജുനൻ 15 അസ്ത്രങ്ങൾ കൊണ്ട് വീഴ്ത്തി. എന്നിട്ട് അവിടെ നിന്ന് അസ്ത്രങ്ങൾ ഇങ്ങോട്ട് വരുന്നു, അതിലെല്ലാം അർജുനൻ തടയുന്നു. തിരിച്ച് അർജുനൻ അങ്ങോട്ടേക്ക് അതുപോലെ തന്നെ അസ്ത്രങ്ങൾ അയക്കുന്നു. അവർ കൂട്ടത്തോടുകൂടി ഓരോ ആളുകളും അർജുനന് നേരെ മർമ്മം പിളർക്കുന്നത് പോലെ 5 അസ്ത്രങ്ങൾ അയക്കുമ്പോൾ അർജുനൻ തിരിച്ച് ഓരോ ആളുകൾക്ക് 3 അസ്ത്രങ്ങൾ വീതം കൈവേഗത്തിൽ അയക്കുന്നു. ഓരോ സമയവും അർജുനൻ്റെ ഈ ഒരു ഞാണൊലിയും ഈ പ്രകടനവും കാണുമ്പോൾ, കാരണം അവർ കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ തിരിച്ച് ഉന്നം തെറ്റാതെ അർജുനൻ അതേപോലെ തന്നെ അസ്ത്രങ്ങളും അയക്കുന്നു. ഇത് ഒരേ സമയത്ത് അവർക്ക് അത്ഭുതവും ക്രോധവും ഉണ്ടാക്കി. അങ്ങനെ ക്രോധം വന്ന സുശർമാവും സഹോദരന്മാരും കൂടെ ഒരുമിച്ച് അർജുനനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ അവരെല്ലാവരും കൂടെ അസ്ത്രം അയക്കുന്ന ആ സമയത്ത് സുശർമാവിൻ്റെ ഒരു സഹോദരനായിട്ടുള്ള സുബാഹു അർജുനന് നേരെ ഒരു അസ്ത്രം ഉന്നം വെച്ച് അയച്ചു. ആ അസ്ത്രം അർജുനൻ്റെ കിരീടത്തിലേക്ക് തറച്ചു. അർജുനൻ്റെ മുഖത്ത് യാതൊരുവിധ വികാരമാറ്റങ്ങളുമില്ല. ഉടനെ തന്നെ അർജുനൻ വിരിഞ്ഞ തലയുള്ള ഒരു അസ്ത്രമെടുത്തു. ആ അസ്ത്രം കൊണ്ട് അർജുനൻ സുബാഹുവിൻ്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ചട്ട മുറിച്ചങ്ങ് കളഞ്ഞു. അതായത് കയ്യിൽ അണിഞ്ഞിരിക്കുന്ന കാപ്പ് മുറിച്ചങ്ങ് കളഞ്ഞു. അപ്പോൾ സുബാഹുവിൻ്റെ ആ കാപ്പ് മുറിച്ചു കളഞ്ഞ സമയത്ത് സുശർമാവിനും തൻ്റെ ബാക്കിയുള്ള സഹോദരന്മാർക്കും അങ്ങോട്ട് ക്രോധം ഇരട്ടിച്ചു. സുശർമാവിൻ്റെ സഹോദരങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സുബാഹു, സുരഥൻ, സുധർമ്മൻ, സുധാനു ഇവരിത്രയുമാണ് സുശർമാവിൻ്റെ സഹോദരന്മാർ. അങ്ങനെ സുശർമാവും കൂടെ ചേർന്ന് മൊത്തം 5 പേര് ഒരുമിച്ച് അർജുനന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ അയക്കാൻ ഒരുങ്ങി. എന്നാൽ ഇവർ നോക്കി നിൽക്കവേ അർജുനൻ ഇവരയക്കുന്ന അസ്ത്രങ്ങളിലേക്ക് കൈവേഗം കൊണ്ട് ഗാണ്ഡീവം ഇങ്ങനെ അനക്കുന്നു, അസ്ത്രമെയ്യുന്നു, ആ ഞാണൊലിയും കേൾക്കുന്നു. അർജുനൻ ഇവരയച്ച അസ്ത്രങ്ങൾ മുറിച്ചിട്ടു. എന്നിട്ട് വീണ്ടും അർജുനൻ അസ്ത്രങ്ങൾ എടുത്തിട്ട് തുരുതുര കുറേ അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചു. ഇവർ നോക്കി നിന്ന സമയത്ത് ഈ അസ്ത്രങ്ങൾ പറന്നു വന്ന് ഒരേ നിമിഷം ഇവർ 5 പേരുടെയും ധ്വജം അങ്ങ് മുറിച്ചിട്ടു, കൊടി അങ്ങ് മുറിച്ചിട്ടു. കൊടി മുറിച്ചിട്ടതോടുകൂടി ഇവർക്ക് ദേഷ്യം വന്നു. എന്നിട്ട് അർജുനൻ സുശർമാവ് പ്രതീക്ഷിക്കാത്തൊരു പരിപാടി അങ്ങ് ചെയ്തു. സുശർമാവിൻ്റെ സഹോദരനായിട്ടുള്ള സുധാനുവിൻ്റെ കയ്യിലിരിക്കുന്ന വില്ല് മുറിച്ചു കളഞ്ഞു. അടുത്ത നിമിഷം സുധാനുവിൻ്റെ കുതിരകൾ വധിക്കപ്പെടുകയാണ്. അടുത്ത നിമിഷം അർജുനൻ്റെ ഗാണ്ഡീവത്തിൽ നിന്ന് വന്ന അസ്ത്രം സുധാനുവിൻ്റെ തലയെന്ന് തെറിപ്പിച്ച് കളഞ്ഞു. അപ്പം അവരുടെ കൂട്ടത്തിലുള്ള രാജാവിൻ്റെ സഹോദരൻ, അവരുടെ കൂട്ടത്തിലുള്ള ശക്തനായിട്ടുള്ളൊരു യോദ്ധാവ്, ആ യോദ്ധാവിൻ്റെ തല അർജുനൻ തെറിപ്പിച്ചത് കണ്ടുടനെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സെക്ഷൻ സൈനികർ അവരവിടെ നിന്ന് പിന്തിരിഞ്ഞോടി ദുര്യോധനൻ്റെ സൈന്യത്തിലേക്ക് ഓടിക്കയറാനൊരുങ്ങി. മറ്റുള്ളവർ ചെറുതായിട്ടൊന്ന് പകച്ചു. അങ്ങനെ ഇവർ ഓടിത്തുടങ്ങിയ ആ സമയത്ത് അർജുനന് ക്രോധം അങ്ങ് കൂടി. എന്തെന്നറിയത്തില്ല, ഇത്രയും കാലവും ശാന്തനായി പോരാടിക്കൊണ്ടിരുന്ന അർജുനനല്ല, ഇന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് പതുക്കെ ദേഷ്യം കയറുകയാണ്. അങ്ങനെ അർജുനന് ദേഷ്യം കുറച്ചങ്ങോട്ട് കൂടി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സംശപ്തകന്മാർ ഓരോ ആളുകളെയും, ആ യോദ്ധാക്കളെയും അവരുടെ സൈന്യത്തെയും അർജുനൻ അസ്ത്രമേത് വധിച്ചുകൊണ്ടിരിക്കുന്നു. അവർ നോക്കി നിൽക്കവേ സവ്യസാചി, അതായത് 2 കൈയിലും ഒരുപോലെ ആയുധം വഴങ്ങുന്ന അർജുനൻ തൻ്റെ ഒരു കൈയിൽ നിന്ന് വില്ല് ചുഴറ്റി ഇടത്തെ കൈയിലേക്ക് എടുക്കുന്നു. അവിടെ അസ്ത്രമെയ്യുന്നു. ഈ വില്ല് ചുഴറ്റുന്നതിനനുസരിച്ച് അർജുനൻ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. പല ദിശയിലേക്ക് ഇങ്ങനെ ഒരേ സമയം അർജുനൻ്റെ രഥത്തിൽ നിന്ന് അസ്ത്രങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു. ആ അസ്ത്രങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളെയും പടയാളികളെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആനകളുടെ ചിന്നംവിളി. ഈ സമയത്ത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ പിന്തിരിഞ്ഞ് ദുര്യോധനൻ്റെ സൈന്യത്തിലേക്ക് ഓടിക്കയറാനായി ഒരുങ്ങിയ സമയത്ത് ഉടനെ സുശർമാവ് ദേഷ്യത്തോടുകൂടി വിളിച്ചു പറഞ്ഞു, വീരന്മാരെ, നമ്മളിന്ന് രാവിലെ എടുത്ത പ്രതിജ്ഞ നിങ്ങൾ മറന്നോ? നമ്മളിപ്പോൾ പേടിച്ചോടി നേരെ ദുര്യോധനൻ്റെ സൈന്യത്തോട് കയറി ചെന്നാൽ അവർ നമ്മളെക്കുറിച്ചും എന്നെക്കുറിച്ചുമെല്ലാം എന്ത് വിചാരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമുക്ക് ആ നാണക്കേടും കൊണ്ട് ജീവിക്കേണ്ടി വരത്തില്ലേ? ഓർക്കുക, നമ്മളെടുത്ത ആ ഒരു പ്രതിജ്ഞയെ ഓർക്കുക. നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ നമ്മുടെ മുന്നിൽ കാണാവുള്ളൂ. അർജുനനെ ആക്രമിക്കൂ, നമുക്ക് ഒരുമിച്ച് ആക്രമിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ തന്നെ
ആ യോദ്ധാക്കൾ സംശപ്തകന്മാർക്ക് എല്ലാവർക്കും നാരായണീ സേനയിലെ യോദ്ധാക്കളുടെ വീര്യം വന്നു എന്നാണ് പറയുന്നത്. വ്യാസമഹാഭാരതത്തിൽ ആ സമയത്ത് സംശപ്തകന്മാർ ഓരോ ആളുകൾക്കും നാരായണീ സേനയിലുണ്ടായിരുന്ന യോദ്ധാക്കളുടെ വീര്യം വന്നു. അത്രത്തോളം ധൈര്യവും ശക്തിയുമൊക്കെ അവർക്ക് ആ സമയത്ത് വന്നു, ആ ഒരു ധൈര്യം കയറിയ സമയത്ത്. എന്നിട്ടിവർ അർജുനനെ ആക്രമിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഓടിയവന്മാരും കൂടെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ അർജുനൻ്റെ ദേഷ്യം വേറൊരു തലത്തിലേക്കൊന്ന് പോയി. അതായത് കുരുക്ഷേത്ര ഭൂമി ഇതുവരെ കാണാത്ത അർജുനൻ്റെ ദേഷ്യമായി. ആ ക്രോധത്തോടു കൂടി അർജുനൻ തൻ്റെ സാരഥിയായിട്ടുള്ള പാർത്ഥസാരഥി വാസുദേവൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ മാധവ, സംശപ്തകന്മാരുടെ സൈന്യത്തിൻ്റെ നടുക്കോട്ട് നമ്മുടെ രഥം കൊണ്ടുപോയാലും ഞാൻ പറയുന്നത് അങ്ങ് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. എൻ്റെ അഭിപ്രായം ഇതാണ്, ഇന്ന് ഈ സംശപ്തകന്മാരിൽ ഒറ്റ ഒരെണ്ണം പോലും ജീവനോടെ എൻ്റെ മുന്നിൽ നിന്ന് പോകത്തില്ല. എൻ്റെ അഭിപ്രായം ഇതാണ്, ഇന്നത്തെ ദിവസം അങ്ങേക്ക് എൻ്റെ ബാഹുബലവും അതുപോലെ തന്നെ എൻ്റെ ആയുധത്തിൻ്റെ ശക്തിയും കാണാൻ കഴിയുന്നതാണ്. എൻ്റെ പോർവീര്യം ഇന്നങ്ങ് കാണുന്നതായിരിക്കും. അവരുടെ നടുക്കോട്ട് എന്നെ കൊണ്ടുപോകൂ. ക്രോധം നിറഞ്ഞ രുദ്രനെ പോലെ ഇവരെ എല്ലാവരെയും ഞാനിന്ന് വീഴ്ത്തുന്നതായിരിക്കും എന്ന് അർജുനൻ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. കാരണം കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന യുദ്ധത്തിൻ്റെ 1-ാം ദിവസം മുതൽ അർജുനനെ ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാനാണ് കൃഷ്ണൻ കിടന്ന് കഷ്ടപ്പെട്ടത്. അത്രയും യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് പടക്കളത്തിൽ വെച്ചിട്ട് ഗീതോപദേശം നടത്തി, പല സമയങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞു, ഒരുപാട് ഉപദേശം കൊടുത്തു. എന്തിന്? ആയുധം എടുത്തുകൊണ്ട് ഇറങ്ങവരെ ചെയ്തു. ആയുധമെടുക്കാതെ വെറും കൈയോടുകൂടി യുദ്ധത്തിൽ ഇറങ്ങവരെ ചെയ്തു കൃഷ്ണൻ, അല്ലേ? പോരാടാൻ തയ്യാറായി ഇറങ്ങി. അതെല്ലാം കൃഷ്ണൻ ചെയ്തത് അർജുനനെ ഈ ഒരു ഫോമിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു ഫോമിൽ അർജുനൻ എത്തിയത് കണ്ടപ്പോൾ കൃഷ്ണൻ ഒരുപാട് ഹാപ്പിയായി. കൃഷ്ണൻ ചിരിച്ചിട്ട് മംഗളകരമായ വാക്കുകൾ കൊണ്ട് അർജുനനെ അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ക്ഷണനേരം കൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ആ രഥത്തിനെ മിന്നൽ വേഗത്തിൽ തെളിച്ചു. അതായത് സംശപ്തകന്മാരുടെ വ്യൂഹം അർജുനനെ ഇങ്ങനെ വളയുന്നു. ആ സമയത്ത് അർജുനൻ്റെ രഥം മിന്നൽ വേഗത്തിൽ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ രഥത്തിലേക്കൊന്ന് അടുത്തോട്ട് നോക്കുമ്പോൾ അർജുനൻ ഞാണ് വലിക്കുന്നു. ആ അർജുനൻ വിടുന്ന സമയത്ത് ദൂരോട്ട് പോകുന്നു. ആ രഥത്തിൽ നിന്ന് ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ഇങ്ങനെ പറക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലതൊന്ന് സങ്കല്പിക്കുക. അർജുനൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സംശപ്തകന്മാർ ആ രഥത്തിൽ നോക്കുമ്പോൾ അവർക്ക് ആ രഥത്തിൽ 3 തേജസ്സുകളാണ് കാണാൻ പറ്റുന്നത്. 3 തേജസ്സുകൾ. ഒന്ന് നരൻ, നാരായണൻ. അർജുനൻ നരനാണ്, ശ്രീകൃഷ്ണസ്വാമി നാരായണനാണ്. കാലങ്ങളുടെ തപശക്തിയുള്ള നരനാരായണന്മാരാണ് ആ ഇരിക്കുന്നത്. ആ നരനാരായണന്മാർ കൊടിയിലാകട്ടെ ലങ്കാദഹനം കഴിഞ്ഞു നിൽക്കുന്ന ഹനുമാൻ. അർജുനൻ്റെ കൊടിയെന്ന് പറയുമ്പോഴത്തേക്കും മരുത്വാമല ചുമന്നു കൊണ്ടുപോകുന്ന ഹനുമാനല്ല, അതുപോലെ പറന്നു പോകുന്ന ഹനുമാനല്ല, ഈ ഒരു ലങ്കാദഹനം കഴിഞ്ഞു നിൽക്കുന്ന ഹനുമാനാണ്. അതുപോലെ ലങ്ക ദഹിപ്പിച്ചതുപോലെ സംശക്തകന്മാരെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ക്രോധത്തോടുകൂടി അർജുനൻ മുന്നോട്ട് പോകുന്നു. ആ രഥം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എണ്ണമറ്റ സംശപ്തകന്മാർ അർജുനനെ ഇങ്ങനെ വളയുകയാണ്. ഇപ്പോൾ സംശപ്തകന്മാർ ചുറ്റിനും കൂടി നിൽക്കുന്നു. ആ ചുറ്റിനും കൂടി നിൽക്കുന്ന രഥങ്ങൾക്ക് നടുവിൽ ഒരൊറ്റ രഥം. ആ രഥം മുന്നോട്ട് കയറുന്നു, ചുറ്റിത്തിരിയുന്നു, കറക്കിയെടുക്കുന്നു. കൃഷ്ണൻ ആ രഥത്തിനെ ഇങ്ങനെ സ്കിഡ് ചെയ്യുന്നു. അർജുനൻ്റെ രഥം പോകുന്നതിനനുസരിച്ച് നടുക്കോട്ടുള്ള രഥങ്ങൾ, നടുക്ക് നിൽക്കുന്ന ആ ഒരു മുൻനിര രഥങ്ങൾ ആരുടെയാണ്? സംശപ്തകന്മാരുടെ രഥങ്ങൾ വഴിയൊരുക്കുന്നു. കാരണം അർജുനൻ അസ്ത്രമെയ്യുകയാണ്. ഇവരെല്ലാവരും കൂടെ അർജുനന് നേരെ ഇങ്ങനെ അസ്ത്രങ്ങൾ ചെയ്ത സമയത്ത്, ആയുധങ്ങൾ എറിഞ്ഞ സമയത്ത്, ആ ആയുധങ്ങളെല്ലാം ഒരു ഗ്ലോബിൻ്റെ പകുതി ഭാഗം പോലെ അർജുനനും കൃഷ്ണനും നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സംശപ്തകന്മാർ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന്, അർജുനൻ്റെ രഥം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദേവദത്തമെന്ന് പറയുന്ന ശംഖിൻ്റെ മുഴക്കം ഒന്നുകൂടെ കേട്ടു. ആദ്യം അർജുനൻ ആ ശംഖ് വിളിച്ചത് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു സിഗ്നലായിരുന്നു. ഇപ്പോൾ അർജുനൻ മുഴക്കിയ ശംഖനാദത്തിൻ്റെ അർത്ഥം ഞാൻ ദിവ്യാസ്ത്ര പ്രയോഗം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമായിരുന്നു. ഉടനെ തന്നെ അർജുനൻ്റെ നെറ്റി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ചുളിച്ച് വെച്ചേക്കുകയാണ്. അർജുനൻ ഗാന്ധീപത്തിൻ്റെ ഞാനിങ്ങനെ പിറക്കോട്ട് വലിക്കുന്നു. അർജുനൻ മന്ത്രജപം നടത്തുന്നു. അർജുനൻ തൊടുത്ത് വെച്ചേക്കുന്ന അസ്ത്രത്തിന് നിറമാറ്റം ഉണ്ടാകുന്നു. അത് തിളങ്ങുന്നു, രൂപമാറ്റവും സംഭവിക്കുന്നു. അർജുനൻ അവിടെ ത്വാഷ്ട്രം എന്ന് പറയുന്ന അസ്ത്രം ആവാഹിച്ചു, ത്വാഷ്ട്രാസ്ത്രം. എന്നിട്ട് ത്വാഷ്ട്രാസ്ത്രം അർജുനൻ ആകാശത്തേക്കൊന്ന് തൊടുത്തു. അങ്ങനെ ത്വാഷ്ട്രാസ്ത്രം അർജുനൻ്റെ ഗാന്ധീപത്തിൽ നിന്നിങ്ങനെ മുകളിലോട്ട് പോകുന്ന ആ സമയത്ത് ചുറ്റിനും വന്ന അസ്ത്രങ്ങളെല്ലാം തവിടുപൊടിയായി ഈ ത്വാഷ്ട്രാസ്ത്രത്തിലൊരു വിസ്ഫോടനം സംഭവിച്ചു. വൃത്താകൃതിയിൽ ആ യുദ്ധഭൂമി മുഴുവനും ഇവർ നിൽക്കുന്ന അത്ര ഭാഗത്തിലും ത്വാഷ്ട്രാസ്ത്രത്തിൻ്റെ എഫക്റ്റ് അങ്ങുണ്ടായി. ഈ എഫക്റ്റ് ഉണ്ടായ സമയത്തുണ്ടല്ലോ, അവിടെ അവർക്ക് അവിശ്വസനീയമായിട്ടുള്ളൊരു സംഭവം കാണുകയുണ്ടായി. അർജുനനും കൃഷ്ണനും നിൽക്കുന്ന ആ രഥത്തിൽ നിന്ന് പല രഥങ്ങളിങ്ങനെ തെറിച്ചിങ്ങനെ പോകുന്നു പല ദിശയിലോട്ട്. ആ രഥങ്ങളിലെല്ലാം അർജുനനും കൃഷ്ണനും, അതായത് ഒരുപാട് രഥങ്ങൾ, ഒരുപാട് അർജുനന്മാർ, ഒരുപാട് കൃഷ്ണന്മാർ ആ രഥത്തിലുണ്ടാകുന്നു.
അങ്ങനെ യുദ്ധഭൂമിയുടെ പല ഭാഗത്ത് ഒരുപാട് അർജുനന്മാരും കൃഷ്ണന്മാരും, സത്യം പറഞ്ഞാൽ അതെല്ലാം സംശപ്തകന്മാരുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ്. അർജുനൻ്റെ ഈ ഒരു എന്താ പറയുക, ത്വാഷ്ട്രാസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ അവരുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് അർജുനനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ തോന്നി. എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് കണ്ടിട്ട് ഒരു സംശപ്തകൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ്റെ അടുത്ത് എടാ നീ അത് കണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് കാണുന്നത് അർജുനനെ, അപ്പുറത്ത് സൈന്യാധിപനെ നോക്കുമ്പോൾ സൈന്യാധിപൻ്റെ സ്ഥാനത്ത് കാണുന്നത് കൃഷ്ണനെ. അങ്ങനെ ഇവർ പരസ്പരം അർജുനനാണ് അല്ലെങ്കിൽ ആ നിൽക്കുന്നത് കൃഷ്ണനാണെന്നും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ ചെയ്ത് വധിക്കാനൊരുങ്ങി. ഒരു മര്യാദയില്ലാതെ ഇവർ പരസ്പരം അസ്ത്രങ്ങൾ ചെയ്ത് വധിക്കാൻ തുടങ്ങി. ഇത് കണ്ട അർജുനൻ അട്ടഹസിച്ചു എന്നാണ് പറയുന്നത്. അർജുനൻ അങ്ങനെയൊക്കെ യുദ്ധഭൂമിയിൽ അട്ടഹസിക്കുന്ന സമയങ്ങൾ വളരെ കുറവായിരുന്നു അല്ലേ. അർജുനൻ ഇത് കണ്ടിട്ട് പോർവിറയിൽ അട്ടഹസിച്ചിട്ട് ഇവർ പരസ്പരം വധിക്കുന്ന സമയത്ത് അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് ശരവർഷം നടത്തി ബാക്കിയുള്ളവരെ വധിക്കുകയാണ്. ഒരുപക്ഷെ ത്വാഷ്ട്രാസ്ത്രത്തിൻ്റെ പ്രഭാവം മാറിയപ്പോൾ ഇവർ മനസ്സിലാക്കി കാണും അർജുനൻ്റെ അസ്ത്രപ്രയോഗത്തിൻ്റെ പ്രഭാവത്തിൽ ഇവർ പരസ്പരം ആക്രമിക്കുകയാണെന്ന്. ഉടനെ ഇവർക്ക് ദേഷ്യം അങ്ങോട്ട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവരെല്ലാവരും വീണ്ടും ബാക്കിയുള്ള അത്ര സംസപ്തകന്മാർ ഇപ്പോഴും കുറേ പേരുണ്ട്, ഇവരെല്ലാവരും കൂടെ വീണ്ടും അർജുനനെ ചുറ്റിലും ഇങ്ങനെ നിന്നിട്ട് അർജുനനെയും കൃഷ്ണനെയും ആ ഒരു രഥത്തെയും മാത്രം ലക്ഷ്യമാക്കി ഒരുമിച്ച് എല്ലാവരും ഒരേ സമയം അസ്ത്രം ചെയ്തു. ഫ്രണ്ടിൽ നിൽക്കുന്നവരിങ്ങനെ, ബാക്കിൽ നിൽക്കുന്നവരിങ്ങനെ, അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നവരിങ്ങനെ, അങ്ങനെ എല്ലാ അസ്ത്രങ്ങളും കൂടെ ഇങ്ങനെ വരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ഗ്ലോബിൻ്റെ പകുതി ഭാഗമില്ലേ, ആ ഗ്ലോബിൻ്റെ പകുതി ഭാഗം പോലെ അസ്ത്രങ്ങൾ അർജുനനും കൃഷ്ണനും നേരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇവരുടെ ചുറ്റിനും അസ്ത്രങ്ങൾ, ആർക്കും അർജുനനെയും കൃഷ്ണനെയും കാണാൻ കഴിയുന്നില്ല. എന്തായാലും അതിൽ നിന്ന് അർജുനനും കൃഷ്ണനും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നൊരു വിശ്വാസം സംശപ്തകന്മാർക്കുണ്ടായി. അവരെല്ലാവരും അട്ടഹസിച്ചു, അർജുനൻ വീണു എന്നിവർ അട്ടഹസിച്ചിട്ട് ഇവർ ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് നമ്മുടെ ദാതയുണ്ടല്ലോ സൗരവ് ഗാംഗുലി, അദ്ദേഹം മറ്റേ ഷർട്ട് ഊരി ഇങ്ങനെ കറക്കുമല്ലോ, അതുപോലെ ഇവരവരുടെ മേൽവസ്ത്രം ഊരി ഇങ്ങനെ കറക്കിയെന്ന് പറയുന്നുണ്ട്. വ്യാസമഹാഭാരതത്തിൽ കിടക്കുകയാണ്. അതുപോലെ അവരവരുടെ മേൽവസ്ത്രം ഊരി ഇങ്ങനെ കറക്കി സന്തോഷിച്ചു. കാരണം അതൊന്ന് രക്ഷപ്പെടത്തില്ല എന്നൊരു ചിന്ത. അതിനുള്ളിൽ നിന്നൊരു ശബ്ദവും കേൾക്കുന്നില്ല. ഈ സമയത്ത് അസ്ത്രങ്ങളിങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ ഫുൾ ഇരുട്ടായി. ഈ അസ്ത്രങ്ങളിങ്ങനെ മൂടിയപ്പോൾ സൂര്യ വെളിച്ചം അകത്ത് കയറുന്നില്ല, ഫുൾ ഇരുട്ട്. ഈ സമയത്ത് കൃഷ്ണൻ ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. അദ്ദേഹം ചെറുതായിട്ടൊന്ന് വിയർക്കുന്നുണ്ട്. എല്ലാം അറിയുന്ന ആളാണെങ്കിൽ പോലും ആ സമയത്ത് മനുഷ്യനെ പോലെ അദ്ദേഹം പെരുമാറിയെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ചെറുതായിട്ട് വിയർത്തു, ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. എന്നിട്ട് പാർത്ഥ, അർജുന, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, നിൻ്റെ ജീവനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഈ നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാടുണ്ടെങ്കിലും ചില സുഹൃത്തുക്കളോട് നമുക്കൊരു വല്ലാത്ത സ്നേഹം കാണത്തില്ലേ. അതായത് അവർ നമ്മളെ കൂടപ്പറപ്പുകളെക്കാട്ടി നമ്മളവരെ സ്നേഹിക്കും ചില സമയത്ത്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ കാണുമല്ലോ. അതുപോലത്തെ കസിൻസും ഫ്രണ്ട്സുമായിരുന്നു ഈ കൃഷ്ണനും അർജുനനും എല്ലാം. അങ്ങനെ കൃഷ്ണൻ ചോദിക്കുന്നു, അർജുന, നീ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ കൃഷ്ണൻ പറയുന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. കാരണം എന്താണ്, അർജുനൻ നിൽക്കുന്ന ഭാഗത്ത് ഒരു കാറ്റിൻ്റെ അനക്കം. ആ കാറ്റെന്ന് പറയുമ്പോഴത്തേക്കും അതിശക്തമായിട്ടുള്ള കാറ്റ്. ആ ഇരുട്ടിനുള്ളിൽ ഒരു തിളക്കം ഉണ്ടാകുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് കാറ്റിൻ്റെ ഒരു വലിയ ശക്തി ഉണ്ടായി. ആ കാറ്റ് ഈ പറന്നു വരുന്ന അസ്ത്രങ്ങളെല്ലാം അടിച്ച് തെറിപ്പിച്ച് നാനാ ദിശകളിലോട്ടങ്ങ് തെറിപ്പിച്ചു. അർജുനൻ വായവ്യാസ്ത്രം പ്രയോഗിക്കുകയായിരുന്നു ആ സമയത്ത്. അതാണ് മിണ്ടായിരുന്നതും. അർജുനൻ്റെ വായവ്യാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ സാധാരണ മറ്റുള്ളവർ പ്രയോഗിക്കുന്ന വായവ്യാസ്ത്രമൊന്നുമല്ല. ദ്രോണാചാര്യരുടെ നിന്ന് അർജുനന് വായവ്യാസ്ത്രം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അർജുനൻ അതിനുശേഷം 5 വർഷം ദേവലോകത്ത് പോയി ദിവ്യാസ്ത്രം പഠിക്കുന്നുണ്ട്, അസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ അർജുനന് ഡയറക്റ്റ് വായുദേവൻ്റെ കയ്യിൽ നിന്ന് വായവ്യാസ്ത്രം കിട്ടുന്നുണ്ട്. അതിനെന്ന് പറയുമ്പോൾ സാധാരണ ആളുകളുടെ ഇരിക്കുന്ന വായവ്യാസ്ത്രത്തിനെക്കാട്ടിയും ശക്തി കൂടുതലാണ്. ആ അസ്ത്രം അർജുനൻ്റെയിലേ ഉള്ളൂ. ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഡയറക്റ്റ് വായുദേവൻ്റെ നിന്ന് കിട്ടിയത് അർജുനൻ്റെയിൽ തന്നെ ആയിരിക്കും. ഓരോ ആയുധങ്ങളും ഇപ്പോൾ അർജുനൻ്റെ കയ്യിലുള്ള ആഗ്നേയാസ്ത്രം അത് അഗ്നിദേവൻ്റെ നിന്ന് കിട്ടിയതാണ്, ഡയറക്റ്റ് അഗ്നിദേവൻ്റെ നിന്ന് പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഈ വായവ്യാസ്ത്രത്തിനും അത്രയും ശക്തിയുള്ള വായവ്യാസ്ത്രമായിരുന്നു. ആ ശക്തിയുടെ പ്രഭാവം അവിടെ കണ്ടു. അർജുനൻ ഈ വായവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോൾ വൃത്താകൃതിയിൽ കാറ്റ് വന്നിട്ട് ഈ അത്ര അസ്ത്രങ്ങളെ അടിച്ചങ്ങ് തെറിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. ഇത് മാത്രമല്ല, ഈ കാറ്റുണ്ടല്ലോ, അർജുനൻ നിൽക്കുന്ന ആ സ്ഥലത്തുനിന്നൊരു കൊടുങ്കാറ്റൊരു ചുഴലിക്കാറ്റങ്ങുണ്ടായി. ആ ചുഴലിക്കാറ്റിൻ്റെ സൈസ് കൂടി ചുറ്റിനും നിന്ന സംശപ്തകന്മാരുടെയും അവരുടെ രഥങ്ങളെയും എല്ലാം കാറ്റിങ്ങനെ അടിച്ചങ്ങ് തെറിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ആനകളുടെ ചിഹ്നം വിളി തുടങ്ങി. കാരണം എന്താണ്, അവരുടെ കൂട്ടത്തിലുള്ള ആനകളെയും
അർജുനൻ്റെ ഈ ഒരു ചുഴലിക്കാറ്റ് ആട്ടിക്ക് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിരകളെ പറപ്പിക്കുന്നു. അവിടെ നിൽക്കുന്ന ആളുകൾ എത്ര പേരുണ്ടോ, വായുവ്യാസ്ത്രത്തിൻ്റെ പ്രഭാവം ഉണ്ടായിരുന്ന അത്ര സമയവും അവരെല്ലാം ഈ ചുഴലിക്കാറ്റ് അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അർജുനൻ ദേഷ്യത്തോടെ ഏങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഈ കൊടുങ്കാറ്റുണ്ടായി അത് കെട്ടടങ്ങിയ സമയത്ത് സംശപ്തകന്മാർ നോക്കി നിൽക്കവേ അവരുടെ കൂട്ടത്തിൽ നിന്ന് രഥങ്ങളും ആനകളും എല്ലാം ഇങ്ങനെ തെറിച്ച് പല ദിശയിലേക്ക് പോകുന്നു. അവിടെ അതിഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ഇവരെല്ലാവരും വീണ്ടും ഭീബൽസുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. അർജുനൻ്റെ മറ്റൊരു പേരാണ് ഭീബൽസു. ഭീബൽസുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്ത് ദേഷ്യം മാത്രം. ഇന്നേ വരെ അവരെ അർജുനനെ അങ്ങനെ കണ്ടിട്ടില്ല. അർജുനൻ എന്നിട്ട് ഗർജിച്ചുകൊണ്ട് ഒരു മയവും ഇല്ലാതെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ അങ്ങോട്ടേക്ക് അയക്കാൻ ഒരുങ്ങി. നല്ല ഷാർപ്പ് മൂർച്ചയുള്ള അസ്ത്രങ്ങൾ, അതുപോലെ വീതിയുള്ള തലയുള്ള അസ്ത്രങ്ങൾ ഇതുകൊണ്ട് അർജുനൻ അവിടെയുള്ള ഓരോ ആളുകളെയും വീഴ്ത്താൻ തുടങ്ങി. അങ്ങനെ അർജുനൻ നിർത്താതെ അസ്ത്രം ചെയ്യുന്നു. അവരെല്ലാവരും അന്ന് ശരിക്കും ഭയന്നു. അർജുനൻ നിർത്തുന്നുമില്ല. ഈ സമയത്ത് ദ്രോണർ, ശിഷ്യൻ ഇവിടെ അടിപൊളിയാക്കുന്ന സമയത്ത് ദ്രോണർ അവിടെ വ്യൂഹം ചമയ്ക്കാനൊരുങ്ങുകയാണ്. അർജുനൻ അവിടെ നിന്ന് മാറി ഇതെല്ലാം കാണിച്ചു വിടുന്ന സമയത്ത് യുധിഷ്ഠിരനെ പിടിക്കാനും അതുപോലെ തന്നെ പാണ്ഡവസേനയെ ഓടിക്കാനും ദ്രോണർ തുടങ്ങിയാണ്. യുധിഷ്ഠിരനെ പിടിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി ദ്രോണർ ഗരുഡവ്യൂഹം ചമച്ചു. എന്നിട്ട് ആ ഗരുഡവ്യൂഹത്തിൻ്റെ പടത്തലക്കിൽ ദ്രോണർ തന്നെ നിൽക്കുന്നുണ്ട്. തൊട്ട് ബാക്കിൽ യുധിഷ്ഠിരനെയും സൈന്യത്തിനെ നിർത്തുന്നു. അങ്ങനെ ഓരോ ആളുകളെ ഓരോ സ്ഥലത്തിങ്ങനെ നിർത്തി ബാക്കിലായിട്ട് കർണനും കർണൻ്റെ പുത്രന്മാരും കർണൻ്റെ ബന്ധുജനങ്ങളും എല്ലാവരും കൂടെ ബാക്കിൽ നിരന്ന് നിൽപ്പുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ അശ്വത്ഥാമാവിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് അശ്വത്ഥാമാവ് യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിലില്ലാത്തത്. അപ്പോൾ ഇവർ ഈ ഒരു വ്യൂഹം ചമച്ചത് കണ്ട ഉടനെ തന്നെ യുധിഷ്ഠിരൻ പെട്ടെന്ന് തൻ്റെ പക്ഷത്തിന് ഈ സെമി സർക്കിൾ ഷേപ്പിൽ വരുന്ന അർദ്ധചന്ദ്ര വ്യൂഹം തന്നെ ആയിരിക്കും, അർദ്ധചന്ദ്ര വ്യൂഹം ചമയ്ക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുത്തു. സെമി സർക്കിൾ അർദ്ധവൃത്തത്തിൻ്റെ രൂപത്തിലുള്ള വ്യൂഹം എന്നാണ് പറയുന്നത്. അപ്പം മിക്കവാറും അർദ്ധചന്ദ്രൻ തന്നെ ആയിരിക്കും. ആ വ്യൂഹം യുധിഷ്ഠിരൻ ചമച്ചു. എന്നിട്ട് ഉടനെ തന്നെ ദൃഷ്ടദ്യുമ്നനോട് പറഞ്ഞു, ആ വ്യൂഹം കണ്ടോ, ദ്രോണാചാര്യർ ചമച്ച വ്യൂഹമാണ്. ആ വ്യൂഹം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം അത് ദ്രോണാചാര്യർ ചമച്ച, ദ്രോണാചാര്യർ നിയന്ത്രിക്കുന്ന, ദ്രോണാചാര്യർ പടത്തലക്കിൽ നിൽക്കുന്ന വ്യൂഹമാണ്. എനിക്കെൻ്റെ ആചാര്യനെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് സർവ്വസൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുമ്ന, ഏറ്റവും നല്ലതെന്താണോ അത് ചെയ്യുക. അദ്ദേഹത്തിന് എന്നെ പിടിച്ചു കെട്ടുക എന്നൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. കാര്യങ്ങൾ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അദ്ദേഹത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, വിധിക്കപ്പെട്ട കാര്യമാണ്. ദ്രോണാചാര്യരെ വീഴ്ത്തുക എന്നുള്ളത് ദൃഷ്ടദ്യുമ്നൻ്റെ ഉദ്ദേശമാണ്. അപ്പോൾ ഒരിക്കലും ദ്രോണാചാര്യർക്ക് ദൃഷ്ടദ്യുമ്നനെ വീഴ്ത്താൻ കഴിയത്തില്ല. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ പറയും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളും, ഞാനുള്ളിടത്തോളം കാലം ആചാര്യൻ അങ്ങേ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ കാര്യങ്ങൾ ഏറ്റോളാം എന്നും പറഞ്ഞിട്ട് പടത്തലയ്ക്കൽ യുധിഷ്ഠിരൻ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദ്രോണരെ ആക്രമിക്കുവാനായിട്ട് ഇദ്ദേഹവും ചെന്നു. ആര്? ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ മുന്നിൽ വന്ന ആ സമയത്ത് ഈ നിമിത്തങ്ങളും ലക്ഷണങ്ങളും കണ്ട് മനസ്സിലാക്കുന്ന ദ്രോണർക്ക് അതൊരു വളരെ മോശമായിട്ടുള്ളൊരു നിമിത്തമായിട്ട് തോന്നി. അത് തനിക്ക് നല്ലതല്ലെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ദ്രോണർ ചെറുതായിട്ടൊന്ന് പകച്ചു. പക്ഷേ ആ സമയത്ത് അവിടെ ധൃതരാഷ്ട്രപുത്രനായിട്ടുള്ള ദുർമുഖൻ എത്തിയിട്ട് ദുർമുഖൻ ദൃഷ്ടദ്യുമ്നനുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ദ്രോണർ തൻ്റെ ഉദ്യമത്തിൽ ലക്ഷ്യമുറപ്പിച്ചുകൊണ്ട് പോരാടാനും തുടങ്ങി. ദ്രോണർ യുധിഷ്ഠിരൻ്റെ സൈന്യത്തിനെ നാമാവിശേഷമാക്കാൻ തുടങ്ങി. അങ്ങനെ ദ്രോണർ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാനായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുടനെ തന്നെ പാഞ്ചാല രാജകുമാരനായ സത്യജിത്ത് ദ്രോണരുടെ മുന്നിലേക്ക് രഥം വട്ടം വെച്ചങ്ങ് കയറ്റി ദ്രോണർക്ക് നേരെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവർക്കിടയിലൊരു പോരാട്ടം. എന്നാൽ പാഞ്ചാല രാജകുമാരനായിട്ടുള്ള സത്യജിത്ത് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ, അതായത് ദ്രോണരുടെ കൈപ്പിടിയിലായിപ്പോയെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ മറ്റൊരു പാഞ്ചാല രാജകുമാരൻ, ഭൃഗൻ എന്നാണ് ആ രാജകുമാരൻ്റെ പേര്, ഭൃഗൻ അവിടെ എത്തിയിട്ട് ദ്രോണരെ ഭൃഗനും കൂടെ ആക്രമിച്ചു. ഭൃഗൻ ദ്രോണരുടെ നേരെ ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം ദ്രോണരുടെ ദേഹത്ത് തറച്ചു. വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. അപ്പോൾ ദ്രോണരുടെ ദേഹത്തേക്ക് ഭൃഗൻ അസ്ത്രങ്ങൾ കയറ്റിയത് കണ്ടുടനെ തന്നെ അവിടെയുള്ള പാണ്ഡവ പടയാളികൾ എല്ലാവരും ഉറക്കെ അട്ടഹസിച്ചു. എന്നിട്ട് അവരുടെ മേൽവസ്ത്രമൂരി അവർ സന്തോഷം കാണിച്ചു. എന്നാൽ ആ ദ്രോണരുടെ കണ്ണുകളിൽ ആ ഒരു കോപാഗ്നി ജ്വലിക്കാൻ തുടങ്ങി. ദ്രോണർ ദേഷ്യം വന്നിട്ട് അമറിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഭൃഗൻ്റെ നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഭൃഗൻ്റെ തലയങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു. എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു, പാഞ്ചാല രാജകുമാരൻ്റെ തല തെറിച്ചു പോണത് കണ്ടിട്ട്. എന്നിട്ടും ദ്രോണർ നിർത്തുന്നില്ല. ഭൃഗനെ വധിച്ചിട്ട് ഭൃഗൻ്റെ സാരഥിയെ വധിച്ചു, ഭൃഗൻ്റെ കുതിരകളെയും വധിച്ചു. ആളെ ഓൾറെഡി വധിച്ചു, എന്നിട്ട് സാരഥിയും കുതിരകളെയും പോലും വെറുതെ വിടില്ല. അത്രയ്ക്കങ്ങോട്ട് ദേഷ്യം. ഭൃഗനെ വധിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ദ്രോണർ സത്യജിത്തിൻ്റെ വില്ല് മുറിച്ച് കളയുന്നുണ്ട്. എന്നിട്ടാണ് ഭൃഗനെ വധിച്ചത്. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന സത്യജിത്ത് വീണ്ടും ദ്രോണരെ ആക്രമിച്ചു.
സത്യജിത്ത് വില്ലെടുക്കും, ദ്രോണർ വില്ല് മുറിക്കും. എന്നാൽ ആ ഒരു സമയത്ത് തൻ്റെ കൈവഴക്കം കൊണ്ട് വീണ്ടും സത്യജിത്ത് മറ്റൊരു വില്ലെടുത്തിട്ട് ദ്രോണരുടെ ദേഹത്ത് അസ്ത്രം ചെയ്ത് കയറ്റി, സാരഥിയുടെ ദേഹത്ത് അസ്ത്രം ചെയ്തു, അതുപോലെ കുതിരകളെ അസ്ത്രം ചെയ്തു, ദ്രോണരുടെ കൊടിയിലും അസ്ത്രം ചെയ്തു. ദ്രോണരുടെ കൊടിയിൽ മൃഗനല്ല സത്യജിത്തിൻ്റെ അസ്ത്രം വന്നിങ്ങനെ തറച്ചിരിക്കുന്നത് കണ്ടുടങ്ങിയ തന്നെ ദ്രോണർക്ക് അങ്ങോട്ട് ദേഷ്യം കൂടി. ദ്രോണർ എന്നിട്ട് എണ്ണമറ്റ ശരങ്ങൾ സത്യജിത്തിന് നേരെ അയച്ചു. അത് സത്യജിത്തിൻ്റെ കുതിരകളുടെ ദേഹത്ത് തറച്ചു, സാരഥിയുടെ ദേഹത്ത് തറച്ചു, സത്യജിത്തിൻ്റെ വില്ലിൻ്റെ ഒരു ഭാഗത്ത് തറച്ചങ്ങിരുന്നു, കൊടിയിലും തറച്ചു. എന്നിട്ട് സത്യജിത്തിൻ്റെ തലയും ദ്രോണരങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ 2 പാഞ്ചാല രാജകുമാരന്മാരെ ദ്രോണർ ഇന്നത്തെ ഒരൊറ്റ ദിവസം വധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ക്രോധത്തോടു കൂടി യുധിഷ്ഠിരനെ നോക്കി. യുധിഷ്ഠിരൻ അവിടെ നിന്ന് ഓടി. കാരണം അർജുനൻ പറഞ്ഞല്ലോ നിൽക്കരുത്. അങ്ങനെ പാഞ്ചാലരും കേകയരും മത്സ്യദേശവും ചേദിയും കരുഷരും കോസലരും കൂടെ ചേർന്ന് യുധിഷ്ഠിരനെ സംരക്ഷിക്കുവാനായിട്ട് ദ്രോണരുടെ മുന്നിൽ അണിനിരന്ന സമയത്ത് അവിടെ അരങ്ങേറിയത് കുരുക്ഷേത്ര ഭൂമിയിലെ ഭയാനകമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. അവർക്കൊന്നും ആയുധമെടുക്കാനുള്ളൊരു ഗ്യാപ്പ് ദ്രോണർ കൊടുത്തില്ല. ദ്രോണർ ശരം കൊണ്ട് ഒരു മഴയെന്ന് സൃഷ്ടിച്ചു. ദ്രോണരുടെ ശരവർഷത്തിൽ അത്ര ദേശത്തിലെ സൈന്യവും അവിടെ വീഴുകയാണ്. അവിടെ ദ്രോണർ തൻ്റെ ശത്രുക്കളുടെ ശരീരം കൊണ്ടൊരു ചതുപ്പ് നിലം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ദ്രോണർ നിൽക്കുന്ന ആ ഒരു രഥം പാണ്ഡവ സേനയെ ഇങ്ങനെ മുടിക്കുന്നത് കണ്ടുടനെ കുന്തിപുത്രനായ യുധിഷ്ഠിരന് സഹിച്ചില്ല. യുധിഷ്ഠിരൻ വീണ്ടും പടത്തലയ്ക്കൽ നിന്നുകൊണ്ട് ആക്രമണം തുടങ്ങാൻ ഒരുങ്ങുന്നു. യുധിഷ്ഠിരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ഷത്രിയന്മാർ വീണ്ടും ദ്രോണർക്ക് മുന്നിൽ വരുന്നു. ദ്രോണർ ആ സൈന്യത്തിൻ്റെ നടുക്കോട്ട് ഇടിച്ചു കയറി രഥം വട്ടം ചുറ്റിക്കുന്നതിനനുസരിച്ച് ചുറ്റിനുള്ള ആളുകളെ അസ്ത്രം ചെയ്യുന്നു. ഒരൊരാളെ വെറുതെ വിട്ടില്ല. ശിഖണ്ഡിക്കിട്ട് അസ്ത്രം ചെയ്തു, സാത്വികി അസ്ത്രം ചെയ്തു, ഉത്തമൗജനെ അസ്ത്രം ചെയ്തു. ഇതിനിടയിൽ വസുധാനൻ എന്ന് പറയുന്നൊരു ക്ഷത്രിയനെ ദ്രോണർ വധിച്ച് കാലപരിയിലേക്ക് അയച്ചു. എന്നിട്ട് വീണ്ടും മുന്നിൽ കാണുന്ന ആളുകളെ ദ്രോണർ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദ്രോണരുടെ മുന്നിൽ മറ്റൊരു പാഞ്ചാല രാജകുമാരൻ എത്തി. ആ പാഞ്ചാല രാജകുമാരൻ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ദ്രോണർ തുരുതുര അസ്ത്രങ്ങൾ ചെയ്തു. ആ പാഞ്ചാല രാജകുമാരനെയും ദ്രോണർ വധിച്ചു. എത്ര പ്രശസ്തരായിട്ടുള്ള യോദ്ധാക്കളെ ഇതിനോടകം വെച്ച് ദ്രോണർ വധിച്ചതെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ സാത്വികി, ചേകിതാനൻ, ദൃഷ്ടദ്യുമ്നൻ ഇവരൊക്കെ ദ്രോണർ ആക്രമിച്ചു. ഇവർക്കൊക്കെ പിറക്കോട്ട് പോകേണ്ട അവസ്ഥ ദ്രോണരുണ്ടാക്കി. അവരെയൊക്കെ ഏകദേശം തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. അവരൊക്കെ അവിടെ നിന്ന് പോയി. അങ്ങനെ ആ ഒരു പോരാട്ടത്തിൽ കൗരവപ്പട മുന്നിട്ടങ്ങ് നിന്നു. പാണ്ഡവപ്പട പിറക്കോട്ടിങ്ങനെ അലറി വിളിച്ചോടി. പാണ്ഡവപ്പട പിറക്കോട്ട് അലറി വിളിച്ച് പോയ സമയത്ത് അവിടെ ഒരു രൂപം മാത്രം അനങ്ങാതെ നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. ഒരു രൂപം മാത്രം. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ദുര്യോധനൻ ചെറുതായിട്ടൊന്ന് സന്തോഷിച്ചു. ദുര്യോധനൻ ഇത് കണ്ട് അട്ടഹസിച്ച് സന്തോഷിച്ചു. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് ഓടി തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കർണൻ്റെ അടുത്ത് ചെന്നു. കർണൻ്റെ അടുത്ത് ചെന്ന് കർണൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട്, രാധയാ കണ്ടില്ലേ, നമ്മുടെ ആചാര്യൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കണ്ടില്ലേ? അവരെ എല്ലാവരെയും ഓടിക്കുകയാണ്. പാഞ്ചാലരും ശൃഞ്ജയരും എല്ലാവരും ഓടി. ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ഇങ്ങനെ അനക്കമില്ലാതെ വീണുകൊണ്ടിരിക്കുന്നു. ആ സമയവും ഒരു രൂപം അവിടെ ഭയക്കാതെ അനങ്ങാതെ നിന്ന സ്ഥലത്തുനിന്ന് മാറാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ആചാര്യൻ ഓടിച്ചു കളഞ്ഞു. ആചാര്യൻ്റെ വില്ലിൽ നിന്ന് വന്നിട്ടുള്ള അസ്ത്രങ്ങളെല്ലാം ഇവിടെ വന്ന ആളുകളെ എല്ലാം വീഴ്ത്തി. എല്ലാവരും ഓടി. പാണ്ഡവരെല്ലാവരും ഓടി. പാണ്ഡവപക്ഷത്തിലുള്ള എല്ലാവരും ഓടി. ഇവനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നേ? ഭീമൻ മാത്രം ഇവിടെ നിൽക്കുന്നു, അവൻ്റെ കൂടെ ആരുമില്ല എന്നും പറഞ്ഞ് ദുര്യോധനൻ ചിരിക്കാനൊരുങ്ങി. ഭീമൻ മാത്രം അവിടെ നിന്നു. ബാക്കി എല്ലാം ഓടി. ഭീമൻ്റെ ഒരു വികാരമാറ്റം പോലും ഇല്ലാതെ ഭീമൻ എന്തോ ലക്ഷ്യം വെച്ച് ഉറപ്പിച്ചതുപോലെ ഇങ്ങനൊരു നിപ്പായിരുന്നു. എന്നിട്ട് വീണ്ടും ദുര്യോധനൻ അട്ടഹസിച്ചിട്ട് പറഞ്ഞു, ആചാര്യനെന്ന് പറയുന്ന അഗ്നിക്ക് മുന്നിൽ എല്ലാവരും ഓടി, ഇവൻ മാത്രം നിൽക്കുന്നു, അവനെ ആർക്കും വേണ്ട, അവനെ കളഞ്ഞിട്ടാണ് എല്ലാവരും ഓടിയേക്കുന്നേ. അല്ലയോ കർണ, നോക്കൂ, നമ്മൾ ഇത്ര പേരും അവനെ ചുറ്റി നിൽപ്പുണ്ട്. എൻ്റെ പ്രചണ്ഡമായിട്ടുള്ള സൈന്യം അവനെ ചുറ്റി നിൽപ്പുണ്ട്. അങ്ങ് ഇവിടെ നിൽപ്പുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ടും അവൻ നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. അതല്ല, അവനെല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവനിപ്പോൾ എല്ലായിടത്തും ആചാര്യനെ കാണായിരിക്കും. ഭീമൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായ ഭീമൻ നിൽക്കുന്നേ. അവൻ്റെ രാജ്യം തിരിച്ചു പിടിക്കണമെന്നുള്ള പ്രതീക്ഷ പോയിട്ട് ഇനി ജീവിക്കാനുള്ള പ്രതീക്ഷ അവനുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കർണ എന്നും പറഞ്ഞിങ്ങനെ അട്ടഹസിച്ച് ദുര്യോധനൻ ചിരിച്ചു. കർണൻ്റെ മുഖത്ത് ചിരിയല്ലായിരുന്നു. തൻ്റെ മുഴക്കമുള്ള ശബ്ദത്തോടു കൂടി വൈകർത്തനൻ കർണൻ ദുര്യോധനനോട് പറഞ്ഞു, മിത്രമേ ദുര്യോധന, ആ നിൽക്കുന്നവൻ ആരാണെന്നങ്ങ് മറന്നുപോയോ? അവൻ്റെ പേര് ഭീമനെന്നാണ്. അവൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി ജീവൻ അവശേഷിക്കുന്നിടത്തോളം കാലം അവൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയില്ല.
ആ മഹാബാഹു നമ്മുടെ ഈ അട്ടഹാസത്തെ സഹിക്കുകയുമില്ല, ക്ഷമിക്കുകയുമില്ല. മിത്രമേ, എൻ്റെ അഭിപ്രായം എന്തെന്നാൽ പാണ്ഡവരെ ഒരിക്കലും നമുക്ക് യുദ്ധഭൂമിയിൽ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. അവർ ശക്തരാണ്, അവർ ധീരന്മാരുമാണ്, അവരെല്ലാവിധ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും കഴിവുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പോരിൽ അവർ അവധ്യരാണ്. അതുപോലെ തന്നെ അവൻ അനുഭവിച്ചതെല്ലാം അവർ ഓർക്കുന്നുണ്ടാവും. പണ്ട് ഭീമന് വിഷം കൊടുത്തതും, അതുപോലെ അരക്കില്ലത്തിലിട്ട് ചുടാൻ നോക്കിയതും, ചൂത് കളിച്ചതും, അവിടെയുണ്ടായ സംഭവങ്ങളും, അതുപോലെ വനവാസവും, അതൊന്നും തന്നെ അവർ മറന്നിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡവർ ഈ യുദ്ധഭൂമിയിൽ നിന്ന് പിറകോട്ട് പോകത്തില്ല മിത്രമേ. അതിശക്തനായ അവൻ യുദ്ധത്തിന് സജ്ജനായി നിൽക്കുന്നത് കണ്ടോ? ഈ കുന്തിപുത്രനുണ്ടല്ലോ, ഇവൻ ഈ ലോകത്തിൽ ഉത്തമന്മാർക്കും മുകളിലുള്ള ആളുകളാണ്. അവൻ നമ്മുടെ രഥോത്തമന്മാരെ എല്ലാവരെയും വീഴ്ത്തുക തന്നെ ചെയ്യും. അവൻ്റെ ഗത കൊണ്ട് മാത്രമല്ല, അവൻ്റെ വാളുകൊണ്ട്, വില്ലുകൊണ്ട്, വേലുകൊണ്ട്, കുന്തം കൊണ്ട്, ആനകളെ കൊണ്ട്, കുതിരകളെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട്, അതുപോലെ തന്നെ രഥങ്ങളെ കൊണ്ട്, എന്തിനേറെ പറയുന്നു, അവൻ്റെ വെറും കൈകൾ കൊണ്ട് തന്നെ അവൻ എണ്ണമറ്റ ആളുകളെ വീഴ്ത്തുക തന്നെ ചെയ്യും. മിത്രമേ, ഒന്ന് നോക്കിയാലും ഓടിപ്പോയവരെല്ലാവരും തിരിച്ചു വരികയാണ്. എന്താണ് കാര്യമെന്നറിയോ? നോക്കൂ, സാത്വികി തിരിച്ചു വരുന്നു, അതുപോലെ കേകയന്മാർ തിരിച്ചു വരുന്നു, സൃഞ്ജയർ തിരിച്ചു വരുന്നു, പാഞ്ചാലർ തിരിച്ചു വരുന്നു, പാണ്ഡവരും തിരിച്ചു വരുന്നു. ഭീമനെ രക്ഷിക്കുക, അവനെ സംരക്ഷിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി അവർ തിരിച്ചു വരികയാണ്. ആ പോയവരെല്ലാം തിരിച്ചു വരുന്നതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ മിത്രമേ. ഒന്നാമത്തെ കാരണം, അവർ വീരന്മാരാണ്, ശക്തന്മാരാണ്, ശൂരന്മാരാണ്. രണ്ടാമത്തെ കാരണമാണ് ആ നിൽക്കുന്നവൻ, ഭീമസേനൻ. അവർ കാരണമാണ് അവരെല്ലാവരും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആചാര്യൻ്റെ ആയുധങ്ങളെ തിരിച്ചയക്കാൻ കെൽപ്പുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതിനുള്ള പോർവീര്യവും അവരുടെ കയ്യിലുണ്ട്. ഭീമനാണ് അവരുടെ പടത്തലയ്ക്കൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് വീരവാദം മുഴക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ആചാര്യനെ സംരക്ഷിക്കണം, വാ എന്ന് പറഞ്ഞു. അതായത് കർണൻ ആ സമയത്ത് ഈ ഉപദേശം കൊടുത്തു. കർണൻ ഈ പറയുന്ന സമയം പറഞ്ഞു തീരുന്നതിന് മുൻപ് ദുര്യോധനൻ പടകൂട്ടിച്ചെന്ന് ദ്രോണരുടെ രഥത്തിനെ അങ്ങോട്ട് സർക്കിൾ ചെയ്തു പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഭൃഗോദരൻ ഭീമസേനൻ പടത്തലക്കൽ നിന്നുകൊണ്ട് നേരെ കൗരവരെയും ദ്രോണാചാര്യരെയും ലക്ഷ്യമാക്കി ഓടുന്നു. ഭീമൻ മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ സാത്വികി, അതുപോലെ തന്നെ ദൃഷ്ടകേതു, പാണ്ഡവ സേനയിലുള്ള മറ്റു മഹാരഥന്മാർ, അതുപോലെ പാഞ്ചാലർ, പാണ്ഡവർ, സൃഞ്ജയർ, മത്സ്യദേശത്തുള്ള യോദ്ധാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി വരികയാണ്. ഇവർ പരസ്പരം ലക്ഷ്യമാക്കി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്രമിക്കാനായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ സംരക്ഷിക്കുന്നത്, ദ്രോണരുടെ സൈന്യത്തിനെ സംരക്ഷിക്കുന്നത് കർണൻ, ഇവിടെ പടത്തലയ്ക്കൽ നിൽക്കുന്നത് ഭീമൻ. ഇതുവരെ ഈ എപ്പിസോഡ്, ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഇതുവരെ പറഞ്ഞു നിർത്തിയ കാര്യം എന്തെന്നറിയോ? കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ കുറച്ചുകൂടെ പറഞ്ഞാലേ ഒരു കണ്ടിന്യൂറ്റി കിട്ടാണ്ടാവും. അടുത്തത് തൊട്ട് നമ്മൾ പറഞ്ഞാൽ ആ കണ്ടിന്യൂറ്റി പോകത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് പറയാം. പിന്നത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താ പറയുക, അർജുനൻ്റെ ഇടിവെട്ട് പ്രകടനങ്ങളുണ്ട്, ദ്രോണാചാര്യരുടെ ഇടിവെട്ട് പ്രകടനങ്ങളുണ്ട്, അശ്വത്ഥാമാവിൻ്റെ ഇടിവെട്ട് പ്രകടനങ്ങളുണ്ട്, കർണൻ്റെ ഇടിവെട്ട് പ്രകടനങ്ങളുണ്ട്, യുധിഷ്ഠിരൻ്റെ ഇടിവെട്ട് പ്രകടനങ്ങളുണ്ട്, ദുര്യോധനൻ്റെ പ്രകടനങ്ങളുണ്ട്, ദുശാസനൻ്റെ പ്രകടനങ്ങളുണ്ട്. എല്ലാവരും കിടിലമായിട്ട് പോരാടാൻ പോണത് ഇനിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിലെ 12-ാം ദിവസം തൊട്ട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരു ദിവസം തന്നെ 2-ലേറെ ഭാഗങ്ങളായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അതിനും വേണ്ടി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വായിച്ച് മെയിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ അത്രയും പാർട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ 14-ാം ദിവസം തൊട്ടൊക്കെ പിന്നെ വേറെ ലെവലിലോട്ട് പോകും പോരാട്ടങ്ങൾ. 15, 17-ാം ദിവസമൊക്കെ വേറെ ലെവലിലോട്ട് പോകും, 16-ാം ദിവസമൊക്കെ. അപ്പോൾ അതൊന്നും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ ഇടാൻ താമസിച്ച കാര്യം എന്ന് പറയുമ്പോൾ, എനിക്കൊരു ചെറിയ യാത്രയുണ്ടായിരുന്നു. സംഭവം ഇത് നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ച് നേരത്തെ ഇട്ടാൽ ഈ യാത്ര പോയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് ലെങ്ത്ത് വരും അടുത്ത എപ്പിസോഡിന്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വീഡിയോ ഇടാമെന്ന് താമസിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ